ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ഐറ്റം തന്നെയാണ് ഈ വീഡിയോയിലും കാണാൻ പോയതും. പുതിയ ഫാബ്രിക് ആണ്, ഒരു ക്രഷ്ഡ് സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ആണ് ഇതിൽ കൊടുത്തേക്കുക. സാറ്റിന്റെ ലൈറ്റ് ഫിനിഷ് വരുന്നുള്ളൂ, ഓർഗൻസ അതൊന്ന് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് ഇതിൽ നിൽക്കുന്നത്. ഇതിന്റെ വർക്ക് നോക്കിയത് വളരെ ഹെവി ആയിട്ടുള്ള മൾട്ടി കളേർഡ് എംബ്രോയിഡറി, അതിൽ ചെറിയ ഇതുണ്ട്, ഒരു ആപ്ലിക് ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് വിത്ത് ക്രിസ്റ്റൽ വർക്ക്. ഓൾ ഓവർ ഈ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ദാമൻ വരുമ്പം ഇതുണ്ടോ, ഇതുപോലെ വരും. കട്ട് വർക്ക് ഡിസൈൻ തന്നെയാണ്, നല്ല ഹെവി ആയിട്ടുള്ള ദാമൻ വർക്ക് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിലെ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു പിങ്കിഷ് ലാവെൻഡർ കളറാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വരുന്നത് ഈ ഒരു യെല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് പറയുക, ഒരു ലെമണല്ലോ ഷെയ്ഡാണ്, യെല്ലോ ഹൈലൈറ്റഡ് ആവും. ഇത് പക്ക പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഡാർക്ക് സീ ഗ്രീൻ ആണ്. വീഡിയോയിൽ ചിലപ്പം ബ്ലൂ ആയിരിക്കും, ബ്ലൂ അല്ല, സീ ഗ്രീൻ ആണ് കളർ. സോ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഫുൾ നല്ല ഹെവി ഡാമൻ, ഹെവി യോക്ക്. ബാക്കി പോർഷൻസ് ഫുള്ളും ആ ഒരു വർക്ക് സ്കാറ്റർ ചെയ്താണ് ഓൾ ഓവർ ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ക്രിസ്റ്റൽ സ്റ്റോൺസ് ഓൾ ഓവർ കൊടുത്തേക്കുന്നു. പ്രീമിയം ഫാബ്രിക് ആണ്. ഇതിൽ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. അത് വിസ്കസ് റയോൺ ഫാബ്രിക്കിലാണ്. അത് പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് എൻ്റെ ബോട്ടോ ഇന്നറും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത്. നല്ല, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി പോകുന്ന ടൈപ്പ് ദുപ്പട്ടയല്ല, അതേപോലെ കിടക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ടൈപ്പ് ദുപ്പട്ടയാണ്. അതിൽ നല്ല ഹെവി ഇതുണ്ട്, വർക്ക് നോക്കി മൾട്ടി കളേർഡ് വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, എംബ്രോയിഡറി. അതിൻ്റെ അകത്ത് തന്നെ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, തിക്ക് ബോർഡർ വർക്ക്. ബാക്കി പോർഷൻസ് ഫുള്ളും ക്രിസ്റ്റൽസും എംബ്രോയിഡറീസും സ്കാറ്റർ ചെയ്ത് വരുന്നു. സോ സെക്കൻഡ് കളറിൻ്റെ ലുക്ക് ഇതുപോലെയാണ്, നല്ല പ്രീമിയം വർക്കും ഫാബ്രിക്കും ആണ്. ഇതിൻ്റെ വർക്ക് ആണെങ്കിലും നോക്കിയാൽ മനസ്സിലായി, മൾട്ടി കളേഴ്സ് ഇതിനകത്ത് ഇടയ്ക്ക് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിങ്ങനെ പെട്ടെന്നൊരു ഹൈലൈഷൻ ആണ്. ആൻഡ് ഈ കളേഴ്സിന് തന്നെ നല്ല കളർ ഷെയ്ഡ്സ് ആണ്, നല്ല ഹെവി വർക്ക് യോക്ക്. അതിൻ്റെ ടോപ്പിൻ്റെ ദാമൻ വരുമ്പം ഹെവി ആയിട്ട് കട്ട് വർക്കും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലും ഫുൾ ഹെവി വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. ഇത് സെക്കൻഡ് ലാസ്റ്റ് കളർ. ഇത് സീ ഗ്രീൻ ഷെയ്ഡിലാണ്. വീഡിയോയിൽ ഒരു ബന്ധമില്ലാത്ത കളറാണ് വന്നേക്കുക. സീ ഗ്രീൻ ഷെയ്ഡ് 1980 പ്രൈസ്. ആണ് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ താഴ്ഭാഗത്താണ് കട്ട് വർക്ക് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ വെയർ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തിളങ്ങി നിൽക്കണം, അങ്ങനെയുള്ളൊരു ഐറ്റമാണ്. അതിൻ്റെ വർക്ക് കണ്ടില്ലേ, മൾട്ടി കളേർഡ് വർക്കിനകത്ത് ഫുൾ ക്രിസ്റ്റൽ സ്റ്റോൺസ് യൂസ് ചെയ്തേക്കുന്നു. എന്നാലും ഈ ക്രിസ്റ്റൽ സ്റ്റോൺസ് നമ്മളിങ്ങനെ പെട്ടെന്ന് റബ്ബ് ചെയ്തെന്നും പറഞ്ഞ് പോകുമൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് പെട്ടെന്ന് തൊട്ടാൽ പൊഴിഞ്ഞു പോകാൻ. അങ്ങനെ തൊട്ടെന്ന് പറഞ്ഞൊന്നും പൊഴിഞ്ഞു പോലെ, ജസ്റ്റ് ഇങ്ങനെ നല്ല അമർത്തി നെക്കിയാലും അങ്ങനെയൊന്നും പോകുമൊന്നുമില്ല. നല്ല രീതിയിലാണിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഫംഗ്ഷൻ വെയർ ഐറ്റം ആണ്. പിന്നെ ഫുൾ വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്. മെയിൻലി ഇതിൽ ഹൈലൈഷൻ എന്ന് പറയുന്നത് ഓർഗൻസയാണ്. കണ്ടില്ലേ, നോക്കുമ്പോൾ അറിയാം ചെറിയൊരു സാറ്റിൻ്റെ ബ്ലണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന രീതിയിലില്ല. മെയിൻലി പ്രീമിയം ഓർഗൻസ ലൈറ്റ് ക്രഷ്ഡ് ഫോമിലാണ് വരുന്നത്. ഇത് എൻ്റെ ദുപ്പട്ട. സോ അപ്പോൾ ഇത്രയും കളേഴ്സ്. താങ്ക് യു.